സീറോ മലബാർ സിനഡിലെ 5 മെത്രാൻമാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് സമർപ്പിച്ച വിയോജനക്കുറിപ്പിൽ പരിശുദ്ധ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ കേട്ടുകേൾവി പോലുമില്ലാത്തതാണ് മഹ്റോൻ ചൊല്ലൽ എന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് പ്രത്യേക ട്രൈബ്യൂണൽ ജഡ്ജി ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ. 2024 ജൂൺ 13 തീയതിയാണ് 5 പിതാക്കന്മാർ മാർ തട്ടിലിന് വിയോജനക്കുറിപ്പ് നൽകിയത്. മഹ്റോൻ ശിക്ഷ എന്ന് മലയാളത്തിൽ തർജ്ജിമ ചെയ്തിരിക്കുന്നത് എക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന ഇംഗ്ലീഷ് പദമാണെന്ന് ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ വ്യക്തമാക്കുന്നു. പൗരസ്ത്യ കാനോന സംഹിതയിൽ ചെറിയ മഹ്റോൻ ശിക്ഷ, വലിയ മഹ്റോൻ ശിക്ഷ എന്നിങ്ങനെ മഹ്റോൻ ശിക്ഷയെ തന്നെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ലത്തീൻ സഭയുടെ കാനൻ നിയമത്തിൽ മഹ്റോൻ ശിക്ഷ എന്ന് പറയുന്നത് തന്നെയാണ് പൗരസ്ത്യ കാനോന സംഹിതയിലെ വലിയ മഹ്റോൻ ശിക്ഷ. ചെറിയ മഹ്റോൻ ശിക്ഷ എന്ന് പറയുന്നത് പ്രധാനമായും കുർബാന സ്വീകരണത്തിനുള്ള വിലക്കാണ്. എന്നാൽ വലിയ മഹ്റോൻ ശിക്ഷ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കൽ തന്നെയാണെന്ന് പറയാം. ആ ശിക്ഷയിൽപ്പെട്ടവർ കൂദാശകൾ സ്വീകരിക്കുന്നതിൽ നിന്നും കൂദാശകളും കൂദാശ അനുകരണങ്ങളും പരികർമ്മം ചെയ്യുന്നതിൽ നിന്നും ഏതെങ്കിലും ഉദ്യോഗങ്ങളോ ശുശ്രൂഷകളോ ചുമതലകളോ നിർവഹിക്കുന്നതിൽ നിന്നും ഭരണ നടപടികൾ നടത്തുന്നതിൽ നിന്നും വിലക്കപ്പെട്ടിരിക്കുന്നു എന്നും പ്രസ്തുത വിലക്ക് ലംഘിച്ച് എന്തെങ്കിലും ഭരണ നടപടികൾ നടത്തുകയാണെങ്കിൽ അവ നിയമത്താൽ തന്നെ അസാധുവായിരിക്കുമെന്നും 1434 കാനോനയുടെ 1-ാം ഖണ്ഡിക വ്യക്തമാക്കുന്നു. അതേ കാനോനയുടെ 2-ാം ഖണ്ഡിക ഇങ്ങനെയാണ്: വലിയ മഹ്റോൻ ശിക്ഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി വിശുദ്ധ കുർബാനയിലും ദൈവാരാധനയുടെ മറ്റു പരസ്യാഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിൽ നിന്നും അകറ്റി നിർത്തപ്പെടേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ലത്തീൻ കാനൻ നിയമത്തിൽ മഹ്റോൻ ശിക്ഷ എന്ന് പറയുന്നതും പൗരസ്ത്യ കാനോന സംഹിത വലിയ മഹ്റോൻ ശിക്ഷ എന്ന് പറയുന്നതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിക്ഷാർഹനായ വ്യക്തിയെ സഭാഗാത്രത്തിൽ നിന്നും പശ്ചാത്തപിച്ച് തിരിച്ചുവരികയും ഉണ്ടാക്കിയ ഉതപ്പിനും ഉപദ്രവത്തിനും പരിഹാരം ചെയ്യുവാൻ ഏർപ്പാടാക്കുന്നതുവരെ പുറത്താക്കുകയും ചെയ്യുന്ന ശിക്ഷയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മഹ്റോൻ ശിക്ഷയിൽ നിന്ന് മോചനം സാധ്യമാണ്. പ്രസ്തുത ശിക്ഷയെ രോഗത്തിനുള്ള ഒരു മരുന്നായോ അഥവാ ഒരു സർജറിയായോ ആണ് തിരുസഭ കരുതുന്നത്. ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ മതങ്ങളിലുമുണ്ട് അതാത് മതങ്ങളിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള നടപടിക്രമം. ഇസ്ലാം മതത്തിൽ ഫത്വകളുണ്ട്. ഹൈന്ദവ മതത്തിൽ പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന രീതിയുണ്ട്. യഹൂദരുടെ താൽമുദിൽ ഹെറം എന്നൊരു ശിക്ഷയുണ്ടായിരുന്നു. അത് ശിക്ഷാവിധേയനായുള്ള വ്യക്തിയുമായുള്ള സമൂഹത്തിന്റെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നതായിരുന്നു. ഇതുതന്നെയാണ് ഈശോ ആവശ്യപ്പെടുന്നതായി മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നതും. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലും ഇതേ ആശയങ്ങൾ കാണുന്നുണ്ട്. പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇങ്ങനെ ചെയ്തവനെ നിങ്ങളുടെ സമൂഹത്തിൽ നിന്നും ഉടനെ മാറ്റിക്കളയുവിൻ. തുടർന്ന് പറയുന്നത് അവനെ സാത്താന് ഏൽപ്പിച്ചു കൊടുക്കുവാനാണ്. 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം കത്തോലിക്ക സഭയിൽ കേട്ടുകേൾവി പോലുമില്ലാത്തതാണ് മഹ്റോൻ ശിക്ഷ എന്ന 5 മെത്രാൻമാരുടെ വിയോജനക്കുറിപ്പിലെ വാദം വസ്തുതാവിരുദ്ധമാണ്. ഞാൻ 1995 റോമിൽ കാനൻ നിയമ പഠനത്തിനായി എത്തുന്നത്. അതിനുശേഷം സംഭവിച്ച ചില മഹ്റോൻ ശിക്ഷകളൊന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ആദ്യത്തേത് ശ്രീലങ്കയിൽ നിന്നുള്ള ദൈവശാസ്ത്രജ്ഞനായ ടിസ ബാലസൂര്യ മഹ്റോൻ ശിക്ഷയിലാണെന്ന് വത്തിക്കാനിലെ വിശ്വാസ കാര്യാലയത്തിന്റെ അന്നത്തെ പ്രീഫെക്റ്റ് ആയിരുന്ന പിന്നീട് മാർപ്പാപ്പയായ കാർഡിനൽ ജോസഫ് റാറ്റ്സിംഗറിന്റെ 1997 ജനുവരി 2-ാം തീയതിയിലെ പ്രഖ്യാപനമാണ്. അതുപോലെ മഹ്റോൻ ശിക്ഷയ്ക്ക് വിധേയനായ ഒരു വ്യക്തിയാണ് സാംബിയയിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പ് എമ്മാനുവേൽ മിലിൻഗോ. അദ്ദേഹത്തെ വത്തിക്കാൻ 2006 മഹ്റോൻ ചൊല്ലുകയും 2009 അദ്ദേഹത്തിന്റെ പൗരോഹിത്യം എടുത്തുകളയുകയും ചെയ്തു. 2023 ഡിസംബർ 31 തന്റെ വിശുദ്ധ കുർബാന മധ്യത്തിലുള്ള പ്രസംഗത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അധിക്ഷേപിച്ച് സംസാരിച്ച 48 വയസ്സുകാരനായ ഇറ്റാലിയൻ വൈദികനായ റാമോൺ ഗ്വിദേത്തിയെ പിറ്റേ ദിവസം തന്നെ, അതായത് 2024 ജനുവരി 1-ാം തീയതി അദ്ദേഹത്തിന്റെ മെത്രാനായ സിമോണെ ജൂസ്തി മഹ്റോൻ ശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ലോകം മുഴുവൻ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. 2024 ജൂലൈ 4-ാം തീയതി ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വീഗനോയെ വത്തിക്കാനിലെ വിശ്വാസ കാര്യാലയം മഹ്റോൻ ചൊല്ലിയത് ശീഷ്മ എന്ന കുറ്റം അദ്ദേഹത്തിൽ തെളിഞ്ഞതുകൊണ്ടാണ്. അതുപോലെ തന്നെ 2024 ജൂണിൽ സ്പെയിനിലെ ബുർഗോസ് രൂപതയിൽപ്പെട്ട 10 സന്യാസിനികളെ രൂപതാ മെത്രാൻ മരിയ ഇച്ചത്തെ മഹ്റോൻ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയുണ്ടായി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എക്സ് കമ്മ്യൂണിക്കേഷൻ അഥവാ മഹ്റോൻ ശിക്ഷ കർത്താവിന്റെ കാലത്തിനു മുൻപും കർത്താവിന്റെ മരണത്തിനും ഉയർപ്പിനും ശേഷവും കത്തോലിക്ക സഭയുടെ തുടക്കം മുതൽ ഇന്നുവരെ ഈ സഭയിലുണ്ട്. 5 മെത്രാൻമാരുടെ വിയോജനക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന പൗരസ്ത്യ കാനൻ നിയമ സംഹിതയിൽ സ്വയമേവയുള്ള പുറത്താക്കൽ അഥവാ ഓട്ടോമാറ്റിക് മഹ്റോൻ ശിക്ഷയെക്കുറിച്ചുള്ളതാണ്.
ആ വിഷയത്തെപ്പറ്റിയുള്ള 5 വൈദിക മേലധ്യക്ഷന്മാരുടെ പരാമർശം ശരിയാണ്. ലത്തീൻ സഭയിൽ ലാത്തെ സെന്റൻസിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഓട്ടോമാറ്റിക് മഹ്റോൻ ശിക്ഷ നിലവിലുണ്ട്. എന്നാൽ പൗരസ്ത്യ കാനോന സംഹിതയിൽ അങ്ങനെയൊരു ശിക്ഷാരീതിയില്ല. പൗരസ്ത്യ കാനോന സംഹിതയിലെ 1408 കാനോന പ്രകാരം ഒരു വിധിയോ കൽപ്പനയോ വഴി ശിക്ഷ ചുമത്തുന്നതിന് മുൻപ് ശിക്ഷ തെറ്റുകാരനായ കക്ഷിയെ ബാധിക്കുന്നില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ശീശ്മയിലായിരുന്ന ഒരാളെ വത്തിക്കാൻ ഒരു ഡിക്രി വഴിയോ അല്ലെങ്കിൽ 3 ന്യായാധിപന്മാരടങ്ങുന്ന ഒരു സഭാ ട്രൈബ്യൂണൽ ഒരു അന്തിമ വിധി വഴിയോ അയാളെ മഹ്റോൻ ചൊല്ലുന്നതുവരെ സീറോ മലബാർ സഭയുൾപ്പെടെയുള്ള ഒരു പൗരസ്ത്യ കത്തോലിക്ക സഭയിലെ അംഗവും മഹ്റോൻ ശിക്ഷയിൽപ്പെട്ടതായി നിയമം കരുതുകയില്ലെന്ന് ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ ചൂണ്ടിക്കാട്ടുന്നു.